ചില കാര്യങ്ങൾ പക്ഷേ പറയാതിരിക്കാനും പറ്റില്ല. ഒന്ന്, മുഹമ്മദ് ബഷീർ സാഹിബ് പറഞ്ഞ CH സെൻറ്ററിനെ കുറിച്ചാണ്. നിങ്ങൾ മലപ്പുറത്തുള്ളവർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ എനിക്കറിയാം. കാരണം ഞാൻ ശ്രീത്ര മെഡിക്കൽ സെൻറ്ററിൽ 5 വർഷവും അതിനടുത്തുള്ള കിംസ് ആശുപത്രിയിൽ 6 വർഷവും ജോലി ചെയ്ത ആളാണ്. അപ്പം വളരെ ഫസ്റ്റ് ഹാൻഡായിട്ട് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. കാരണം നിങ്ങൾക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ശ്രീത്ര മെഡിക്കൽ സെൻറ്റർ, റീജിയണൽ ക്യാൻസർ സെൻറ്റർ, ഇങ്ങനെ 3 പ്രശസ്തമായ സ്ഥാപനങ്ങൾ തൊട്ടടുത്തടുത്ത് കിടക്കുന്ന സ്ഥാപനങ്ങളാണ്. അതിൽ ശ്രീത്രയിലാണ് ഞാൻ 5 വർഷം ജോലി ചെയ്തത്. അവിടെ വരുന്ന രോഗികളിൽ ഒരു 50% മലയാളികളും തിരുവനന്തപുരം, കൊല്ലം സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതല്ല. അവർ നോർത്ത് കേരള സ്ഥലത്ത് നിന്ന്. അന്ന് നോർത്ത് കേരളയിൽ ഇത്രയും ആരോഗ്യ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടില്ല അക്കാലം. ഇപ്പോൾ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട്, നമുക്കറിയാം. അപ്പോൾ അന്ന് വരുമ്പം ഞാൻ ജോലി ചെയ്യുന്നത് 89-ലാണ്. അപ്പോൾ നമുക്കറിയാം, അന്ന് വരുന്ന ഈ രോഗികളിൽ പലർക്കും ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുക. തിരുവനന്തപുരം അവർക്ക് വേറൊരു രാജ്യം പോലെയാണ്. വളരെ പാവപ്പെട്ട ഉത്തര മലബാറിൽ നിന്ന് വരുന്ന ആളുകൾക്ക് തിരുവനന്തപുരം വേറൊരു രാജ്യം പോലെയാണ്. ഭാഷയിൽ പോലും അവർ ബുദ്ധിമുട്ടെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ സമൂഹത്തിന് താമസിക്കാനൊരിടം, അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരു ഗൈഡൻസ് സെൻറ്റർ എന്നുള്ളതൊരു മഹത്തായ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അത് വളരെ വിജയകരമായിട്ട് നടക്കുന്നൊരു സ്ഥാപനമാണ് CH സെൻറ്റർ. അതും വളരെ ഒത്ത സ്ഥലത്ത്, ആ ചാലക്കുടി ലൈനിലും അങ്ങോട്ട് ഇറങ്ങുമ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് നടന്നു പോകാൻ ഒരു എനിക്ക് തോന്നുന്നു 50 മീറ്ററോ 100 മീറ്റർ വ്യത്യാസത്തിൽ ഡെൻ്റൽ കോളേജ്, അപ്പുറത്തൊരു 150-200 മീറ്റർ മാറി ചിത്ര RCC. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിന് നമുക്ക് കഴിയാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്, UAE കുറിച്ച് നമ്മൾ പറഞ്ഞു. നമുക്കറിയാം, കേരളം ഒരു 100 വർഷത്തിന് മുമ്പുള്ള കേരളം വളരെ, നമ്മൾ ഈ ലൈഫ് ഇൻഡിസസ് എന്ന് പറയുന്ന കുട്ടികളുടെ മരണനിരക്ക് അല്ലെങ്കിൽ ജീവിത നിലവാരം ഒക്കെ വളരെ കുറവായിരുന്ന ഒരു രാജ്യം, ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റു പല സംസ്ഥാനങ്ങളെക്കാൾ ഈ ഒരു IT ബൂം അല്ലെങ്കിൽ ആ ഒരു IT റവല്യൂഷൻ വരുന്നതിന് മുമ്പ് കൃഷി അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളും ചെറുകിട കച്ചവടവുമായിട്ട് കടന്നുപോയ കേരളം എന്നൊരു സംസ്ഥാനം, അത് കഴിഞ്ഞൊരു 10-15 വർഷത്തിൻ്റെ ഒരു വ്യത്യാസത്തിൽ ഒരു വൻ കടന്നുകയറ്റം വരാനുണ്ടായതിൻ്റെ പ്രധാന കാരണം ഈ രാജ്യമാണ്, അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളാണ്. എണ്ണ കൊണ്ടുണ്ടായ വളർച്ച ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഉപയോഗിച്ച ഒരു സംസ്ഥാനം കേരളമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇവിടുത്തെ നമ്മുടെ കേരളത്തിൽ മലയാളികളുടെ എണ്ണവും അല്ലാത്ത ഇന്ത്യക്കാരുടെ എണ്ണവും കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, നൈജീരിയ എന്നുള്ളൊരു ഡോക്ടർ, അദ്ദേഹം പറയുന്നത്, അദ്ദേഹം കുറക്കാലം കരുതിയത് കേരളമാണ് രാജ്യമെന്നും അതിനകത്ത് ഒരു ചെറിയ സംസ്ഥാനമാണ് ഇന്ത്യ എന്നാണ് കരുതുന്നത്. കാര്യം പുള്ളി ഒരു 5 മലയാളികളെ കാണുമ്പോഴേ ഒരു മലയാളി അല്ലാത്ത ഇന്ത്യക്കാരനെ കാണുന്നുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു പ്രൊപ്പോർഷനിൽ നമ്മളിവിടെ ഉണ്ടാവുകയും പിന്നെ ഓരോ പ്രാവശ്യവും ഓരോ എക്സ്ചേഞ്ച് സെൻറ്ററുകളും അവരുടെ കണക്കുകൾ കാണിക്കുമ്പോൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന പൈസ, കാരണം ഞാൻ ലണ്ടനിൽ, നിങ്ങൾക്കറിയാം, ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ശമ്പളം കിട്ടുക, അവിടെ തന്നെ ഒരു ബാങ്കിൽ വയ്ക്കുക എന്നുള്ളതാണ്. നമ്മളത് നാട്ടിലേക്ക് അയക്കില്ല. മറിച്ച് ഗൾഫുകാരൻ്റെ മാനസികാവസ്ഥ അതല്ല. നമ്മൾ ഈ മാസം കിട്ടുന്ന ഇന്ന് തന്നെ നാട്ടിലേക്ക് അയക്കും. അത് കൂലിപ്പണിക്കാരനായാലും ബിസിനസ്സുകാരനായാലും ഡോക്ടറായാലും എല്ലാം. അപ്പോൾ അങ്ങനെ നാടിന് വലിയ ഒരു സംഭാവന നമ്മളും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സംഭാവന ചെയ്യാൻ നമ്മളെ സഹായിച്ച രാജ്യമാണ് ഇത്. ഈ നേരത്തെ ഉള്ള പ്രഭാഷകർ പറഞ്ഞ പോലെ അവരുടെ ആ അസഹിഷ്ണുത, അവർക്ക് നമ്മളോടുള്ള സ്നേഹം, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മറുപടിയാണ് നമ്മൾ ഇന്ന് ഈ കൂട്ടായ്മയും ഈ പറഞ്ഞ ഇവരുടെ 45-ാം ദേശീയ ദിനം ആഘോഷിക്കുന്നതും. അപ്പോൾ ഈ രാജ്യത്തിന് ഇനിയും വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാവട്ടെ. ബാക്കി രാജ്യങ്ങളിലുണ്ടാകുന്ന ഈ ഒരു റീജിയനിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളുടെ 2ാം രാജ്യമായ UAE ബാധിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് എല്ലാ ആശംസകളും അർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മൂന്നാമതാണ് യഥാർത്ഥത്തിൽ ഞാനിവിടെ ചെയ്യേണ്ട കാര്യം, അതായത് നന്ദി പറയുക എന്നുള്ളതാണ്. KMCCയും ഞാനുമായിട്ടുള്ള സമ്പർക്കം തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2000 ആണ്ടുകൾ തുടക്കത്തിൽ ഞാനുള്ള സമയത്താണ്.
അന്ന് മുതലേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഡോക്ടർ പുത്തൂർ അബ്ദുറഹ്മാൻ ആയാലും ഖാലിദാജി ആയാലും അവരൊക്കെ ഇതിൻ്റെ സ്ഥാനങ്ങളിരിക്കും മുതലേ ഓരോ കാര്യങ്ങൾക്കും വിളിച്ചിട്ട് പല പല അവസരങ്ങളിൽ ഹെൽത്ത് ടോക്കുകൾ കൊടുക്കാനായിട്ട് വിളിക്കുകയും അന്നൊന്നും അതും ഈ പറഞ്ഞ പോലെ മറ്റു അസോസിയേഷനുകൾ ആഘോഷങ്ങൾ മാത്രം നടത്തുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് ആദ്യമായിട്ട് എന്നെ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ടോക്ക് കൊടുക്കാനായിട്ട് വിളിക്കുന്നത് ഒരുപക്ഷെ KMCC ആണ്. അപ്പോൾ ആതരം ഒരു വിഷൻ, ആ കാഴ്ചപ്പാട് ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം റംസാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവർ പറഞ്ഞ് ഡോക്ടറെ റംസാൻ വ്രതം തുടങ്ങുകയാണ്, അപ്പോൾ ഡോക്ടർ വന്ന് അതിൻ്റെ ആ ഭക്ഷണ രീതികളും എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എപ്പോൾ കഴിക്കണം എന്നൊക്കെ ഒന്ന് പറയണം. ഞാൻ പറഞ്ഞ് ഈ ഫ്യൂച്ചറിൽ ഒരു 15ഓളം മലയാളി മുസ്ലിം ഡോക്ടർമാരുണ്ട്, നിങ്ങളെന്തിനാണ് എന്നെ വിളിക്കുന്നത്? അപ്പോൾ അറിയാലോ ഡോക്ടർ തന്നെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഞാനും KMCCയും തമ്മിലുള്ള ആത്മബന്ധം. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു അവാർഡ് എഗെയിൻ എൻ്റെ ഒരു മിനിറ്റും കൂടെ ഞാൻ പറയാതെ നിവൃത്തിയില്ല. പാണക്കാട് ശിഹാബ് തങ്ങൾ 1975 മുതൽ 2009 വരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതിലുപരി ഓരോ മുസ്ലിമിൻ്റെയും മനസ്സിൽ അദ്ദേഹത്തിനൊരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതല്ല, രാഷ്ട്രീയ നേതാവാണോ വിദ്യാഭ്യാസ നേതാവാണോ മത നേതാവാണോ ഇതെല്ലാമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അവാർഡ് നിങ്ങളെനിക്ക് തന്നതിൽ അതിൽ ഏറ്റവും എളിമയോടെയും വിനയത്തോടെയുമാണ് ഞാനിത് സ്വീകരിക്കുന്നത്. അതിന് എല്ലാവർക്കും നന്ദി പറയുന്നു.